Welcome to our channel Way to Win. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം റൊട്ടേഷൻ ചാർട്ടിൻ്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഈ ക്ലാസ് ചെയ്യുന്നത്. ഇത് റൊട്ടേഷൻ ചാർട്ട് രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പുതിയ ഒരു നോട്ടിഫിക്കേഷൻ PSC വിളിച്ചിട്ട് അതിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് ഇട്ട് പിന്നീട് അതിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റൊട്ടേഷൻ വരുന്നത് എന്നാണ് നമ്മൾ അന്നത്തെ ആ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പഴയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുതിയ റാങ്ക് ലിസ്റ്റിലോട്ട് വരുമ്പോൾ റൊട്ടേഷൻ എങ്ങനെ വരും, അതുപോലെ തന്നെ EWS സെറ്റ് ഓഫ് എന്താണ്. EWS സെറ്റ് ഓഫിനെ കുറിച്ച് കുറേ ആൾക്കാർ എന്നും ചോദിക്കുന്നതാണ്. അതിപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് പറയാം. അതുപോലെ തന്നെ TPO നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ TPO എങ്ങനെ വരും എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. DA വരുന്നത് കൊണ്ടാണോ TPO വരുന്നത്, അങ്ങനെ DA വരുന്നതുകൊണ്ടാണെങ്കിൽ പിന്നെ കോഴ്സിൻ്റെ എക്സാമിനൊക്കെ എങ്ങനെയാണ് TPO വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയത്. പഴയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുതിയ റാങ്ക് ലിസ്റ്റിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് റൊട്ടേഷൻ വരുന്നത്, EWS സെറ്റ് ഓഫ് എങ്ങനെയാണ്, TPO എങ്ങനെ ആക്റ്റീവ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം പഴയ ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആയത് ഓൾഡ് ലിസ്റ്റ് സ്റ്റോപ്പ് MR നമ്പർ 1077 OCയിലാണ് പഴയ ഒരു റാങ്ക് ലിസ്റ്റ് സ്റ്റോപ്പായി എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും, അത് അഡ്വൈസ് ചെയ്ത് തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും. ന്യൂ റാങ്ക് ലിസ്റ്റ് സ്റ്റാർട്ട് ഫ്രം MR നമ്പർ 10, ഈ 10 തന്നെ 77 ഇവിടെ കഴിഞ്ഞു, 78 BCയിലായിരിക്കും പുതിയ റൊട്ടേഷൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. യെസ്, അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. MR നമ്പർ 78 EBT. ഓക്കെ, MR നമ്പർ 10, ഈ 10 തന്നെ MR നമ്പർ 1078 EBT തുടങ്ങി. ഇനി നമുക്ക് എത്ര വേക്കൻസി ആണെന്ന് അറിയാമോ? ഒരു 11 വേക്കൻസിയാണ് വന്നത് എന്ന് കരുതുക. ഈ 11 വേക്കൻസിക്കാണ് PSC അഡ്വൈസ് അയക്കാൻ പോകുന്നത് എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ 11 വേക്കൻസി നമ്മൾ എഴുതിയിട്ടുണ്ട്. 78 EBT, 79 EWS, 80 SIUC നാടാര്, 81 OC, 82 EBT, 83 OC, 84 SC, 85 OC, 86 മുസ്ലിം, 87 OC, 88 BE വരാം. ഇങ്ങനെ 11 അഡ്വൈസ് വേക്കൻസിയാണുള്ളത്. 11 നമ്മൾ എഴുതിയിട്ടു. ഇതിനകത്ത് DA വരുന്നില്ല, കാരണം ഇതിനകത്ത് DA ടേം വരുന്നില്ല. 78 മുതൽ 88 വരെ DA ടേം വരുന്നില്ല. ഓക്കെ, അപ്പോൾ സീരിയൽ നമ്പർ ഇവിടെ സീരിയൽ നമ്പർ 77 ആയിരിക്കും ഇവിടെ സ്റ്റോപ്പ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സീരിയൽ നമ്പർ 78, 1, 2, 3, 4, 5. അപ്പോൾ വേക്കൻസി സെയിം ആയതുകൊണ്ടാണ് രണ്ടും ഒരുപോലെ എഴുതിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ DA ടേം വരുന്നില്ല. ഈ 78 മുതൽ 88 വരെ DA ടേം വരുന്നില്ല. ഓക്കെ, അപ്പോൾ 78 EBT. ഇനി നമ്മൾ റാങ്ക് ലിസ്റ്റ് എങ്ങനെ പോസ്റ്റ് ചെയ്യും? ആദ്യമേ നമ്മൾ OC ടേൺ ആയിരിക്കും ഫിൽ ചെയ്യുന്നത്. 1, 2, 3, 4 OCയും ഒരു EWS ആണ് ഇതിനകത്ത് വരുന്നത്. എത്ര BC വരും? 1, 2, 3, 4, 5, 6 BC വരും. ഇനി നമ്മൾ 11 വേക്കൻസിയാണ് വരുന്നത്. 11 വേക്കൻസി OC എത്ര എണ്ണം വരാം? OC വരുന്നത് 11 × 100 40. ഈ 140 എന്താണെന്ന് മനസ്സിലായോ? അതായത് നമുക്ക് 40%, അതായത് 100 വേക്കൻസി വരുമ്പോൾ 40 എണ്ണമാണ് OCക്ക് പോകുന്നത്, അതായത് EWS ഇല്ലാതെ OCക്ക് പോകുന്നത്. ഓക്കെ, ഇനി PCക്ക് എത്ര പോകും? ഇത് OC, ഇത് BC. PCക്ക് എത്ര പോകും? 11 × 100 50. ഓക്കെ, ഇനി EWS ഞങ്ങൾ EWSന് 11 × 100 10. ഇങ്ങനെയായിരിക്കും 3 എണ്ണം പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് OCക്ക് എത്ര ടൈം പോകുന്ന നോക്കാം. ഒരു പൂജ്യം. ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് 44 / 10. അപ്പോൾ ഇവിടുത്തെ വരും 4.4. ക്ലിയർ? യെസ്. ഇവിടെ അങ്ങനെ വരും 10 × 55/10 5.5. ക്ലിയർ? യെസ്. ഇവിടെ അങ്ങനെ വരും 0, 11 / 10 1.1. ഓക്കെ, ഇത്രയും വരും. അതായത് 11 വേക്കൻസി വരുമ്പോൾ OCക്ക് 4.4 കൊടുക്കണം, BCക്ക് 5.5 കൊടുക്കണം, EWSന് 1.1 കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് വേക്കൻസിയുടെ കണക്ക് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ OC 4.4, അപ്പോൾ നമുക്ക് 4.4 എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ
അപ്പോൾ ഇത് BC 5.5 ആണ്. അപ്പോൾ ഇവിടെ 5 കൊടുക്കണം, ഇവിടെ 5 കൊടുക്കണം, ഇവിടെ 1 കൊടുക്കണം. ഓക്കെ, അപ്പം OCക്ക് 5 ടേൺ, BCക്ക് 5 ടേൺ, EWSന് 1 ടേൺ. അപ്പം OC EWSോട് ചേർന്നിട്ട് OC പ്ലസ് EWS സമം 5 പ്ലസ് 1 സമം 6. ഓക്കെ, BC സമം 5. ഓക്കെ, അപ്പം 6 5 11 വേക്കൻസി. ആ 11 വേക്കൻസിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ OCക്ക് നമ്മൾ എത്ര കൊടുക്കണം? 6 ടേൺ ആണ് കൊടുക്കേണ്ടത്. എത്ര ടേൺ ഉണ്ട്? അതായത് EWS ചേർത്ത് 1 2 3 4 5 ടേണേ ഉള്ളൂ. അതാണ് ഞാൻ പറയാൻ TPOയുടെ കാര്യം വരും, നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും 6 5 11 ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതിയാണ്. OC 5, BC 5, EWS 1 ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമേ OC ഫില്ല് ചെയ്യാൻ പോവുകയാണ്. OC ഇവിടെ കിടക്കട്ടെ, EWS അവിടെ കിടക്കട്ടെ. OC റാങ്ക് നമ്മൾ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ റാങ്ക്, പഴയ റാങ്ക് ലിസ്റ്റും പുതിയ റാങ്ക് ലിസ്റ്റും ഇല്ല. അപ്പം ഇവിടെ റാങ്ക് 1. ഓക്കെ, ഇവിടെ അടുത്ത രണ്ടാമത്തെ OC, ഇവിടെ റാങ്ക് 2, ഇവിടെ മൂന്നാമത്തെ OC, ഇവിടെ 3, ഇവിടെ നാലാമത്തെ 4. ഓക്കെ, അപ്പോൾ ഇവിടെ 4 OC വന്നു. ഇനി നമുക്ക് എത്ര OC വരേണ്ടത്? 5 OC ആണ് വേണ്ടത്. ഓക്കെ, ഇവിടെ 4 OC വന്നിട്ടുണ്ട്. EWS ചേർത്ത് 6 വരണം. പക്ഷേ നമുക്ക് 5 1 2 3 4 EWS കൊടുക്കാം. നമ്മളെ EWS നോക്കുമ്പോൾ ഒരു 8ാമത്താണ് EWS റാങ്ക് 8. നമ്മുടെ റാങ്കാണ് റാങ്ക്. EWS 8ാമത്തെ റാങ്കുകാരൻ അവിടെ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ അത്രയും. അപ്പോൾ EWS OC ചേർത്തിട്ട് 1 2 3 4 5. പക്ഷെ നമുക്ക് എത്ര വരണം? 6 വരണം. 5 1 ചേർത്തിട്ട് 6 വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ മാറ്റിയിട്ട്, അതായത് MR നമ്പർ 89. അതെന്താണ്? അത് EWS ആണ്. ഓക്കെ, 1 2 3 4 5 6. ഇവിടെ ഇത് കൊടുക്കുമ്പോഴത്തേന് 6 5 3 6. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും? ഇവിടെ 1 2 3 4 OCയും 2 EWSും കൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ 2 EWS 8ാമത്തെ എഴുതി. ഇവിടെ ഇനി ഒരു 11ാമത്തെ ആൾ EWS ആണെന്ന് കരുതുക. അപ്പോൾ അവിടെ അത് കൊടുത്തു, EWS കൊടുത്തു. അപ്പോൾ ഇത്രയായി 1 2 3 4 5 6. ഓക്കെ, അപ്പം 6 ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? OCയും EWSോട് ചേർത്തിട്ട് 6 വരാൻ പാടുള്ളൂ. EWSൽ 1 ടേണേ വരാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ EWSന് എത്ര ടേൺ വന്നു? 2 ടേൺ വന്നു. അതായത് 79 വന്നു, 89 വന്നു. അപ്പോൾ ഇവിടെ ഇത് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി എന്തോ വരും? MR നമ്പർ 90 BC ആണ്. അത് നമ്മൾ കൂട്ടണ്ട. MR നമ്പർ 91 അതെന്താണ്? അത് OC ആണ്. അത് നമ്മൾ കൊടുക്കാം. അപ്പം ഈ OCകൾ നമ്മൾ 4 പേരെ എടുത്തു. അപ്പോൾ ഇവിടെ 5ാമത്തെ റാങ്ക്. ഇവിടെ നമ്മൾ 5ാമത്തെ റാങ്ക് ഇവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ എത്രയായി നോക്കി? 1 2 3 4 5 OC ആയി. EWS റാങ്ക്. ഓക്കെ, നമ്മൾ BC ടേൺ ഫില്ല് ചെയ്യാം. BC ടേൺ ഫില്ല് ചെയ്യുമ്പോൾ 78 EBT-കാരൻ ചിലപ്പോൾ ഒരു 6ാമത്തെ റാങ്ക് EBT ആയിരിക്കും. അപ്പോൾ നമ്മൾ റാങ്ക് 6ാമത്തെ ആളെ കൊണ്ട് എഴുതി. പിന്നെ SIUC വരുമ്പോൾ ഒരു 25ാമത്തെ ആൾ SIUC ആണെന്ന് വെച്ചാൽ അവരെ കൊണ്ട് എഴുതി. ഈ EBT വരുമ്പോൾ നമുക്ക് 6 വരെ എടുത്തു. ഇപ്പോൾ നമ്മളൊരു 10ാമത്തെ ആൾ ചിലപ്പോൾ EBT ആയിരിക്കും അവിടെ കൊടുത്തു. SSC എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 25ാമത്തെ റാങ്ക് SSC ആയിരിക്കും അവിടെ കൊടുത്തു. ഈ മുസ്ലിം നമുക്ക് ഒരു 15ാമത്തെ ടൈം മുസ്ലിം ആയിരിക്കും, 15 കൊടുത്തു. ഈ ഇവിടെ ബി വര നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 35ാമത്തെ ആണ് ഈ വരെ ആയിരിക്കും. ഇവിടെ ഇത് BC ടേണാണ്. BC 90 എന്ന് പറഞ്ഞാൽ OBC ആണ്. ഓക്കെ, OBC നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു 10ാമത്തെ ആൾ OBC ആണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടിട്ടു. ഇത്രയും ഫില്ല് ചെയ്തപ്പോൾ എത്ര വേക്കൻസി ആയി? 11 12 12 13 14 പേരെ നമ്മൾ അവിടെ കൊണ്ടിട്ടു. 14 വേക്കൻസി ഉണ്ടോ? ഇല്ല. ഇവിടെ 11 12 13 14 വേക്കൻസി വന്നു. 14 വേക്കൻസി ഉണ്ടോ? നമുക്ക് ഇല്ല. നമുക്ക് വേറെ 11 വേക്കൻസി ഉണ്ട്. 11 വേക്കൻസിക്കാണ് നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നത്. അപ്പോൾ 11 വേക്കൻസി ഉണ്ട്. അപ്പോൾ 14 വേക്കൻസി നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഇനി നമ്മൾ എഴുതാൻ പറ്റുന്നത് ഏതൊക്കെയുണ്ട്? അതായത് 5 1 കറക്റ്റായിട്ട് വന്നേ ഒക്കത്തുള്ളൂ. അപ്പോൾ 5 1 2 3 4 5 ഇവിടെ കറക്റ്റാണ്. അതായത് MR നമ്പർ
79 അത് ഇ ഡബ്ല്യു എസ് ആണ്. ഓക്കെ, ഇനി 81 ഒ സി, 83 ഒ സി, ഇനി അടുത്ത വരുന്നത് 85 ഒ സി, അടുത്ത 87 ഒ സി. 89 എഴുതാൻ പറ്റുമോ? ഇല്ല, ഇത് എഴുതാൻ പറ്റത്തില്ല. അടുത്ത 90 എഴുതാൻ പറ്റും, അത് 90 ബി സെറ്റ് ആണ്. അടുത്ത 91 ഒ സി. അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേന് 5 ഒ സി ഇ ഡബ്ല്യു എസ് ചേർത്തിട്ട് 6 ആയി. ഓക്കെ, ഇ ഡബ്ല്യു എസ് പ്ലസ് ഒ സി 6 ആയി, അത് കറക്റ്റായി. ബി സി എത്ര വരാൻ പാടുള്ളൂ? 5 എണ്ണേ വരാൻ പാടുള്ളൂ. ഇവിടെ എത്ര ബി സി ഉണ്ടെന്ന് നോക്കി, എത്ര ബി സി ഉണ്ടെന്ന് നോക്കി. 1 2 3 4 5 6 7 ബി സി ഉണ്ട്. ഈ 7 ബി സി നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് 5 ബി സി മാത്രമേ എടുക്കാൻ പറ്റൂ. അതായത് ആദ്യത്തെ 5 എണ്ണം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, അവിടെ വരെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ 5 എണ്ണം അവിടെ വരുന്നു, നിങ്ങൾക്ക് വരുന്നു 2 3 4 5 ഒ സി ടേൺ ആണ്. ഇതിനകത്ത് ബി സി ടേൺ നമുക്ക് എഴുതുമ്പോൾ ബി സി 80 78 ദെൻ 80 ദെൻ 82 84 86 6 5 ഇത് ബി സി ടേൺ. ഒ സി ടേൺ എന്താണെന്ന് ഒ സി ടേൺ ഒ സി പ്ലസ് ഇ ഡബ്ല്യു എസ് ഈക്വൽസ് 6. ഇവിടെ ബി സി 5 സമം ടോട്ടൽ എത്രയായി? 11 വേക്കൻസി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 11 വേക്കൻസിക്ക് വേണ്ടി അഡ്വൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം ഇവിടെ പറയാനുണ്ട്. ഇവിടെ വന്നപ്പം ബി സി ടേൺ തീർന്നു. അതായത് ഈ 88, അതായത് ഊസി താണ്ട് ഇവിടം വരെ പോയി, 91 വരെ ഈ ഊസി പോയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പിട്ടാണ് ഈ 88 വരുന്നത്. ക്ലിയർ? അപ്പോൾ ഈ 88-നെ ആദ്യം എന്തോ ടി പി ഒ ടെമ്പററി പാസ്ഡ് ഓവർ, അത് അഡ്വൈസ് പോയിട്ടില്ലല്ലോ. യെസ്. ഇനി 90-നെ നമ്മളെന്തോ ടി പി ഒ, അപ്പോൾ 2 ടി പി ഒ 10 ഇവിടെ വന്നു. ക്ലിയർ? ഇനി ഇത് ഈ എം ആർ നമ്പർ 89 ഇ ഡബ്ല്യു എസ്, ഇത് നമ്മൾ എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇവിടെ എന്ത് വരും? എം ആർ നമ്പർ 89 ഇ ഡബ്ല്യു എസ് സെറ്റോ ഇത്രയും വേണ്ടി ഈ അഡ്വൈസ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെയാണ് ടി പി ഒ വരുന്നതും ഇ ഡബ്ല്യു എസ് സെറ്റ് ഓഫ് ആവുന്നത്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഇത് ഞാൻ വച്ചിട്ടിരിക്കുന്നത് നമ്മുടെ ഈ പഴയ റാങ്ക് ലിസ്റ്റ് ഞാൻ എൻ്റെ പുതിയ റാങ്ക് ലിസ്റ്റ് തുടങ്ങി പറഞ്ഞത്. അപ്പോൾ പഴയ റാങ്ക് ലിസ്റ്റ് എൻ്റെ ആകുന്ന സമയത്ത് വന്ന അതിൻ്റെ റോട്ടേഷൻ ചാർട്ടിൻ്റെ ഏറ്റവും അവസാനം കിടക്കുന്ന ഒരു കോളമാണ് ഈ കിടക്കുന്നത്. അതായത് ഒ സി 105 എണ്ണം, 105 റാങ്ക് അല്ല, 105 എണ്ണം പോയി. ഇ ഡബ്ല്യു എസ് ഇല്ല, പണ്ടത്തെ റാങ്ക് ലിസ്റ്റ് ഇ ഡബ്ല്യു എസ് ഇല്ല. ഇന്ത്യയിൽ ബി സി 104, അതായത് ഇതിനെക്കാട്ടിലും ഒന്ന് കുറവോ അല്ലെങ്കിൽ ഇതേ സെയിം തന്നെ ആയിരിക്കണം. എൻ ജി എൽ ഒരു 20 എണ്ണം ഉണ്ടായിരുന്നു. ഡി എയിൽ എൽ വി 5, എച്ച് ഐ 4, എൽ ഡി സിക്ക് 4, അങ്ങനെ ഇതെല്ലാം ടോട്ടൽ ചെയ്ത് 242 അഡ്വൈസ് ആണ് ആ വർഷം പോയത് എന്ന് കണക്കാക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ 105 വരണം, അതായത് ഒ സി 105 വരണം, ബി സി 104 വരണം. ഈ 242-ൽ നിന്ന് ഇത്രയും മൈനസ് ചെയ്യണം. 25, 25, 4, 29, 4, 25, 24, 29, 29, 4, 30, 33. അപ്പം 33 കുറയ്ക്കണം. ക്ലിയർ ആയോ? അപ്പോൾ ഇതിനകത്ത് റൊട്ടേഷനിൽ വരുന്നതല്ല, എൻ ജി ഡി ഡി എയുടെ റൊട്ടേഷനിൽ വരുന്നതല്ല, അതുകൊണ്ടാണ് ഇത്രയും മൈനസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എത്ര വരും? 9, 3, 12, ഇവിടെ 3, 0, 2, 209. അപ്പം 209-ൻ്റെ 50% എത്ര വരും? 209-ൻ്റെ പകുതി എടുത്താൽ മതി. 209-ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 100-ൻ്റെ പകുതി 100, 9-ൻ്റെ പകുതി 4.5, അപ്പം 104.5. ഓക്കെ, 104.5. ഇനി 209-ൻ്റെ ഇത് ഒ സി ടേൺ ആണ്, ഇത് ഒ സി ടേൺ. ഇനി ബി സി ടേൺ നമുക്ക് നോക്കാം. ബി സി ടേൺ ആകുമ്പോൾ 209 തന്നെയാണ്. 209 × 50 / 3, 2 9 മാറ്റമില്ല, ഈ ഡബ്ല്യു മാറ്റമില്ല. അപ്പോൾ അതും എത്ര വരും? 104.5. ഓക്കെ, അപ്പോൾ ഈ 104. ഇവിടെ 104.5, ഇവിടെ 104.5. അപ്പോൾ 104.5 എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റത്തില്ല, 0.5 ആയി. അപ്പോൾ ഇവിടെ 104-ൻ്റെ പടി ബി സി ഒരെണ്ണം 107, 105. ഇവിടെ ബി സി എത്രയായി? 104 എന്ന് പറഞ്ഞാൽ 104. അങ്ങനെ 105, 104. പക്ഷേ ഈ റൊട്ടേഷൻ ചാർട്ട് വളരെ റാങ്ക് ലിസ്റ്റ് ആയതുകൊണ്ട് അത് അവിടെ നോക്കത്തില്ല. ഇനി പുതിയത് വരുമ്പോൾ നമ്മൾ കണ്ടില്ല, പുതിയത് നമ്മൾ കണക്കാക്കണം. ആ പുതിയത് ഞാൻ എങ്ങനെ എഴുതും എന്നുള്ള കാണിച്ചു തരാം. അതായത് ഒ സി ടോട്ടൽ എത്ര അഡ്വൈസ് പോയി നമ്മൾ കഴിഞ്ഞ ഇത് ഫസ്റ്റ് അഡ്വൈസ് അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് അഡ്വൈസ് ആണല്ലോ. ഫസ്റ്റ് അഡ്വൈസ് വരുമ്പോൾ ഇവിടെ ടോട്ടൽ ഒ സി എത്ര പോയി? ഒ സി
5 പോയില്ലേ. ഒ സി 5, ഇവിടെ ഇ ഡബ്ല്യു എസ് 1, ബി സി എത്ര എണ്ണമാണ്? 5. ബി സി 5, എൻ ജെ ഡി ഒന്നുമില്ല, ഡി എ ഒന്നുമില്ല, ഇതില്ല. അപ്പോൾ എത്ര? 5, 10, 11 അഡ്വൈസ്. അപ്പോൾ 11 അഡ്വൈസ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് കാണുന്ന ആ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ഇ ഡി ഡബ്ല്യു സെറ്റ് ഓഫ്, എന്താണ് ഓളിൽ നിന്ന് മുന്നോട്ട് വരുന്നുള്ള പ്രശ്നം, എങ്ങനെയാണ് ടി പി യു ആക്റ്റീവ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏകദേശം പ്രിപ്പറേഷൻ ചാർട്ടിൻ്റെ കാര്യങ്ങൾ. പ്രിപ്പറേഷൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു പോർഷനാണ്. ഇതിന് പതിൽ കുറച്ച് മനസ്സിലാക്കാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വേണം എന്നും പറഞ്ഞ് പഠിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കി മാത്രമേ അത് ക്ലിയർ ആവത്തുള്ളൂ. ഞാൻ എത്ര പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു എന്നാലും നിങ്ങളുടെ തലയിൽ കയറത്തില്ല. എന്താണ് ഇയാൾ പറഞ്ഞ് പറയുന്നതെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഇതാണ് ഏകദേശം 2 തവണ ഈ വീഡിയോ കണ്ടു നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റത്തില്ല. ഇന്ന് തന്നെ ഒട്ടത്തിനകത്ത് പഠിച്ചു കളയാൻ എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ നമ്മൾ 2 തവണ ഈ വീഡിയോ എടുത്ത് കാണുക. കണ്ടിട്ട് നമ്മളതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് മനസ്സിലാക്കാൻ പഠിക്കുക. മനസ്സിലാക്കി നോക്കുക ഇതെങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ റാങ്ക് എഴുതി നോക്കിയിട്ട് എനിക്കപ്പോൾ അഡ്വൈസ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജനറലാണോ ടാസ്കിൻ്റെ അനുസരിച്ച് ഒന്നും എഴുതില്ല. അതുകൊണ്ടാണ് ഞാൻ അത് വ്യക്തിയെടുത്ത് ഒന്നും എഴുതാത്തത്. കഴിഞ്ഞ വീഡിയോ ഞാൻ വ്യക്തി എഴുതുന്ന എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി.